ഒട്ടേറെ സ്പോൺസർമാർ ഇതിനെ സഹായകരമായി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ നടപടിക്രമങ്ങളെല്ലാം പാലിച്ച് ഫണ്ട് വരുമ്പോൾ ഒരു സാവകാശം വേണ്ടി വരും. അതുകൊണ്ട് റിലീജിയസ് കൺവെൻഷൻ ആൻഡ് ഡിസ്കോഴ്സസ് എന്ന ശീർഷകത്തിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു അഡ്വാൻസ് എന്ന രൂപത്തിലാണ് ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ചത്. അതൊരു താൽക്കാലിക ഒരു ക്രമീകരണം മാത്രമാണ്. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവിന് ദേവസ്വം ഫണ്ട് അനുവദിച്ചതിന്റെ ഉത്തരവ് പുറത്തു വന്നിട്ടും നിഷേധിച്ച ദേവസ്വം ബോർഡിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ബോർഡ് അംഗം എ അജികുമാറിന്റെ ഈ വെളിപ്പെടുത്തൽ. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ നടത്തിപ്പ് ചെലവിനായി ദേവസ്വം ഫണ്ട് എടുക്കില്ലെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ ഉറപ്പു നൽകിയത്. കോടതിയിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഊരാളുങ്കലിന്റെ ഇവന്റ് കമ്പനിക്ക് 3 കോടി രൂപ ദേവസ്വം കമ്മീഷണർ അനുവദിച്ച ഉത്തരവ് മാതൃഭൂമി ന്യൂസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ദേവസ്വം കമ്മീഷണർ പണം അനുവദിച്ചതിനാൽ സർപ്ലസ് ഫണ്ടിൽ നിന്ന് പണം എടുത്തതാണെന്ന സംശയം ശക്തമായിരുന്നു. പിന്നാലെ ആവേശത്തോടെ വാർത്ത നിഷേധിച്ച് ദേവസ്വം ബോർഡ് രംഗത്തിറങ്ങി. പക്ഷേ മൂടിവെക്കാൻ ശ്രമിച്ച സത്യം പുറത്തു വന്നു. 3 കോടി രൂപ അനുവദിച്ചത് റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് ഹെഡിൽ നിന്നാണെന്ന് ബോർഡ് അംഗം തുറന്നു സമ്മതിച്ചു. ദേവസ്വം ബോർഡിന്റെ ബജറ്റിൽ 5 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ദേവസ്വം ഫണ്ടുള്ള ഹെഡാണിത്. അതിൽ നിന്ന് 3 കോടി രൂപ കൊടുത്തത് സ്പോൺസർ പണം കിട്ടാത്തത് കൊണ്ടാണെന്നും ദേവസ്വം പണം എടുത്തത് തിരിച്ചടയ്ക്കുമെന്നും വെളിപ്പെടുത്തി. ഇപ്പോൾ തന്നെ ഇതിനാവശ്യമായിട്ടുള്ള സ്പോൺസേഴ്സിന്റെ ഓഫറുകൾ വന്നിട്ടുണ്ട്. പുതിയ അക്കൗണ്ടിലേക്ക് പണം വരാൻ ഒരു ചെറിയ കാലതാമസം വരും. ഇപ്പോൾ താൽക്കാലികമായിട്ടുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് വെച്ച് ഉപയോഗപ്പെടുത്തുക. ഈ സ്പോൺസേഴ്സിന്റെ ഫണ്ട് അക്കൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടേക്ക് ഇതിനാണ് തിരിച്ചടയ്ക്കുക. അധിക ഫണ്ട് വരികയാണെങ്കിൽ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിലേക്ക് മാറ്റുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് താൽക്കാലികമായി ഇപ്പോൾ ആ ഹെഡിൽ നിന്ന് ഈ അഡ്വാൻസ് കൊടുക്കുകയാണ് ചെയ്തത് 3 കോടി അല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. ഹൈക്കോടതിയിൽ പറഞ്ഞതിന് വിരുദ്ധമായി ഫണ്ട് വകമാറ്റിയിട്ടും അത് ശരിയെന്ന് സ്ഥാപിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശ്രമിക്കുകയാണ്. ഇപ്പോൾ ദേവസ്വം ഫണ്ട് എടുത്ത് ചെലവഴിച്ചെങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ സ്പോൺസർമാരിൽ നിന്ന് പണം പിരിച്ച് തിരിച്ചടച്ച് കണക്കുണ്ടാക്കി ഹൈക്കോടതിയിൽ കൊടുക്കാനാണ് ദേവസ്വം ബോർഡിന്റെ നീക്കം. അല്ല, ഞങ്ങൾക്ക് കോടതിയെ ബോധ്യപ്പെടുത്താൻ പറ്റും. 45 ദിവസത്തിനുള്ളിൽ കണക്ക് ബോധിപ്പിച്ചാൽ മതി. അപ്പൊ കോടതി നോക്കുമല്ലോ ഞങ്ങൾ ദേവസ്വത്തിന്റെ പണം വല്ലോ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ ആത്യന്തികമായി ഇത് കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ ഞങ്ങൾക്ക്. സർപ്ലസ് ഫണ്ട് ഹെഡ് ആയാലും റിലീജിയസ് കൺവെൻഷൻ ഡിസ്കോഴ്സ് ഹെഡ് ആയാലും സാങ്കേതികമാണ്. എല്ലാം ഭക്തരിലൂടെ ദേവസ്വം ക്ഷേത്രങ്ങളിൽ എത്തുന്ന പണമാണ്. അത് ഭക്തരുടെ ക്ഷേമത്തിനായി ദേവസ്വം ബോർഡിന് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിനാണ് ഓരോ അക്കൗണ്ടും ഹെഡുകളാക്കിയിട്ടുള്ളത്. വലിയ കാര്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കണ്ടേ? അപ്പൊ ചില ക്രമീകരണങ്ങൾ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന രൂപത്തിൽ ദേവസ്വം ബോർഡ് സ്വീകരിക്കേണ്ടി വരില്ലേ? അതായത് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവിനായി ഉപയോഗിച്ചത് ദേവസ്വം പണം തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിച്ചിട്ട് പറയുന്ന ന്യായം അംഗീകരിക്കണോ എന്ന് ഹൈക്കോടതി ഇനി തീരുമാനിക്കും. കാരണം ഇത് ഹൈക്കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച വിഷയമാണ്, കോടതി അലക്ഷ്യമാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.